ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സാന്ദ്രമോൾ ജിന്നി അധികാരമേറ്റു. മുഖ്യ ഭരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ എ സുഹ്റ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും അധികാരമേറ്റു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDF-ലെ സാന്ദ്രമോൾ ജിന്നി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ആകെയുള്ള 14 സീറ്റുകളിൽ 12 സീറ്റുകൾ UDF-ന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് LDF-ന് ഇവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ സുഹറ എ സാന്ദ്രമോൾ ജിന്നിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AP ഉസ്മാനാണ് വൈസ് പ്രസിഡന്റ്. ഇദ്ദേഹത്തിന് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നിയും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 6 ഗ്രാമപഞ്ചായത്തുകളിലും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അധികാരമേറ്റു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കോൺഗ്രസിലെ കോമള മോഹൻദാസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി റോസ്മേരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ സോയിമോൻ സണ്ണിയാണ് വൈസ് പ്രസിഡന്റ്. വാഴത്തോപ്പ് പഞ്ചായത്തിൽ കോൺഗ്രസിലെ ആൻസി തോമസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി റോബിൻ ടി ജോൺ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ കേരള കോൺഗ്രസിലെ സെലിൻ വിൽസൺ ആണ് വൈസ് പ്രസിഡന്റ്. വാഴത്തോപ്പിലാകട്ടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. സിബി തകരപ്പള്ളിയുടെ വോട്ടാണ് അസാധുവായത്. പാത്തിക്കുടി പഞ്ചായത്തിൽ കോൺഗ്രസിലെ വിനോദ് ജോസഫ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി LA തഹസീൽദാർ മനോജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ മിലാനി സാബുവാണ് വൈസ് പ്രസിഡന്റ്. കാമാക്ഷി പഞ്ചായത്തിൽ കോൺഗ്രസിലെ ബിജു നെടുഞ്ചേരി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി ജലീൽ മുഹമ്മദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ ഷൈനി മാവേലിയാണ് വൈസ് പ്രസിഡന്റ്. അറക്കുളം പഞ്ചായത്തിൽ കോൺഗ്രസിലെ ഉഷ ഗോപിനാഥ് സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി ആഷ്ലി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ ഇമ്മാനുവൽ സൈമണാണ് വൈസ് പ്രസിഡന്റ്. മരിയാപുരം പഞ്ചായത്തിൽ ജിപ്സി ജിമ്മി പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യ ഭരണാധികാരി അനസ് KH സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇവിടെ സണ്ണി ജോൺ പുൽക്കുന്നേലാണ് വൈസ് പ്രസിഡന്റ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.